തിരൂർ റെയിൽവേ സ്റ്റേഷൻ സിറ്റി ജംഗ്ഷൻ റോഡിൽ വെച്ച ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് പ്രതികൾ പിടിയിലാകുന്നത്. ബംഗാൾ സ്വദേശികളായ പാറുൽ ബീബി, അർജുന ബീബി കഞ്ചാവ് ഓട്ടോയിൽ കടത്തിയ തിരൂരങ്ങാടി തെന്നല സ്വദേശി റഫീഖ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 12 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. തിരൂർ എക്സൈസ് സർക്കിൾ ഓഫീസും എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡും തിരൂർ എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ വലയിലാകുന്നത്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുന്ന ലോബിയിലെ കണ്ണികളാണ് അറസ്റ്റിലായ പ്രതികൾ. വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ബബ്ലു എന്നയാളാണ് ഈ സ്ത്രീകളുടെ കൈവശം ഈ കഞ്ചാവ് കൊടുത്തുവിട്ടത്. ഈ കഞ്ചാവ് തിരൂരങ്ങാടി സ്വദേശിയായ റഫീഖിൻ്റെ കൈവശം എത്തിക്കുമ്പോൾ ഈ സ്ത്രീകൾക്ക് 10,000 പ്രതിഫലം കിട്ടുമെന്നാണ് ബബ്ലു പറഞ്ഞത്. ഈ പ്രതിഫലം കൊടുക്കേണ്ടത് ഈ ഓട്ടോ ഡ്രൈവറായ റഫീഖ് ആയിരുന്നു. ഈ റഫീഖിനും ഈ കഞ്ചാവ് കോട്ടയ്ക്കൽ ഭാഗത്ത് എത്തിച്ചു കൊടുത്താൽ പ്രതിഫലമായിട്ട് 10,000 രൂപ ലഭിക്കുമെന്നാണ് ബബ്ലു ഓഫർ ചെയ്തിരുന്നത്. അപ്രകാരമാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. കഞ്ചാവ് എത്തിച്ചു നൽകുന്നതും പണം മുടക്കുന്നതും അറസ്റ്റിലായ തിരൂരങ്ങാടി സ്വദേശി റഫീഖാണ്. ലഹരികടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കൂടുതൽ ആളുകളെക്കുറിച്ച് വിവരം ലഭിച്ചതായും അന്വേഷണത്തിൽ ഇനിയും പ്രതികൾ പിടിയിലാകുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.